പ്രവാസി നാട്ടിലേക്ക് വരുമ്പോ പെങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു, കാ എന്നാ വരാ? ഞാൻ തിങ്കളാഴ്ച കാലത്ത് ഫ്ലൈറ്റ് ഇറങ്ങൂടി, ഈ എയർപോർട്ടിൽ വരുമോ? എനിക്കൊന്നും വരാൻ ഒഴിവില്ല, നിങ്ങൾ ഒരു ടാക്സി വിളിച്ചിങ്ങോട്ട് വരും, പെങ്ങൾക്ക് വരാൻ നേരമില്ല. അളിയനെ ജോലിക്ക് വിടണ്ടേ, അളിയന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ ചങ്ങായി തിന്നു, എനിക്ക് വരാൻ ഒഴിവില്ല. പക്ഷെ നിങ്ങൾ വരുമ്പോഴേ ഐഫോണിന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടേ, അവിടെ വില കുറവ്, അത് പറഞ്ഞ കൊണ്ടുതന്നെ. പിന്നെ അളിയന് 2 സ്പ്രേയും, നല്ല നാറ്റാ മഹേന്. പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ്, അതിനെ പറയണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവരുന്ന എനിക്കറിയാം. ആ കോള് സന്തോഷത്തോടെ പ്രവാസി കട്ട് ചെയ്തപ്പോ ദയ വിളിക്കണു അനിയൻ, എടാ നീ വരുമ്പോഴേ ആപ്പിൾ എയർബുക്കിന്റെ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അതിന്റെ മോഡൽ നമ്പർ അയച്ചു, ആ സാധനം കൂടെ വാങ്ങി കൊടുത്തുണ്ടോ? വേറെ വിശേഷമൊന്നുമില്ല. ഈ എപ്പോഴും വരാ? 8 മണിക്ക് ഫ്ലൈറ്റിലാണ്. ഞാൻ വരണോ? വേണ്ടല്ലോ, ഈ അവിടുന്ന് ആ ബസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്, ഈ വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ. ഓക്കെ. ഉപ്പ വിളിച്ചു, ഓനെ ഈ എപ്പോഴാ വരിക? ഉപ്പ അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് കാലത്ത്. ടൈഗർ ബാമിന്റെ 2 കുറ്റി, ഡീപ് ഹീറ്റിന്റെ ചോന്ന സ്പ്രേ ഇല്ലേ, അതൊരു 3 പിന്നെ ഇവിടെ മറ്റേ അന്തർമാനക്കില്ല, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ അയാൾക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പില്ലേ പച്ചവാറ്, അതൊരു 2 7 സൈസേ. ഓക്കെ. ഉമ്മ വിളിച്ചു, അല്ലെങ്കിൽ ഉമ്മയെ ഇയാള് വിളിച്ചു. ഉമ്മ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഉമ്മയുടെ ഉത്തരം എന്തായിരിക്കും അറിയോ? എനിക്കൊന്നും വേണ്ട, ഈ എപ്പോഴാ വരിക? അനക്ക് ചിക്കൻ കറിയായിട്ട് വെക്കണോ, റോസ്റ്റ് ആയിട്ട് വെക്കണോ? ബീഫ് വരട്ടണോ, ഉരുളൻകിഴങ്ങ് ഇട്ട് വെക്കണോ? നെയ്പ്പത്തിൽ വേണോ, പത്തിരി വേണോ? അതൊക്കെ പോട്ടെ, എത്ര ദിവസം ഉണ്ടാവും? ഈ പ്രാവശ്യമെങ്കിലും ഇതിന്റെ അവിടെ ഉണ്ടാവും. ദിസ് ഇസ് ഫാമിലി. അപ്പോഴാണ് നബിവചനങ്ങളിൽ ഏറ്റവും പുണ്യമെന്ന് നമ്മൾ കരുതുന്ന സെന്റൻസ് പൂർണ്ണമാവുക. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ്